വീട്ടിൽ നിന്ന് തിരിച്ചു പോകുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എന്നും ഒരു വിഷമം നിറഞ്ഞ ടാസ്ക്കാണ്. കാരണം അമ്മ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഇനി എന്ന് കഴിക്കാനാണ്, ഈ കുട്ടി പട്ടാളങ്ങളൊക്കെ ഇനി എന്ന് കാണാനാണ്. യുവമാർക്ക് ഞാൻ പോകുന്നതൊരു പ്രശ്നമേ അല്ല. യുവമാരിതേ ഉണ്ണിക്കുട്ട സ്കൂളിൽ പോകുന്നതിൻ്റെ വിഷമത്തിയിരിക്കുക. ഒരു 5 മിനിറ്റ് കൂടെ അവിടെ നിന്ന് കരയേണ്ടാന്ന് കരുതി ഞാൻ നേരെ സ്റ്റേഷനിലോട്ട് വിട്ടു. എൻ്റെ ലൈഫിൽ ഇന്നേ വരെ കൃത്യസമയത്ത് ട്രെയിൻ കിട്ടിയ ചരിത്രം എനിക്കില്ല. അതുകൊണ്ട് എന്താ, ഇന്നും ട്രെയിൻ പോയി. അങ്ങനെ അടുത്ത ട്രെയിനിന് വെയിറ്റ് ചെയ്യുന്ന സീനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആകെയുള്ളൊരു സമാധാനം എന്ന് പറയുന്നത് അവിടെ വരെ അലട്ടാൻ ഇവള് കൂടെ ഉള്ളതാണ്. ഇവളോട് ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞ ആത്മാർത്ഥതയാണ് ഗൈസ് ഇവളുടെ മെയിൻ. ആത്മാർത്ഥത ഓവർലോഡ് ഇട്ട് ഇവൾ ഇനി വീഡിയോ എടുത്ത് ഈ ട്രെയിനും പോയാൽ അടുത്ത ട്രെയിൻ ഇനി ഇല്ല. എനിക്ക് സീറ്റ് കിട്ടി, ഞാൻ ഇരുന്നിട്ട് ഇവളെ എടുത്താത്തതിൻ്റെ തെല്ലൊരു പരിഭവം പോലും ഇവളുടെ മുഖത്തില്ലാത്തത്. പുറകിൽ നിന്നൊരു മാമൻ ഇവളെ നോക്കുന്നുണ്ട്. ഏത് വൈബ്, വായിനോട്ട വൈബ്. വിശന്ന് വലഞ്ഞിട്ടൊരു വട വാങ്ങിക്കാൻ ഇവളെ വിട്ടെ. ഇന്നലത്തെ ആണോ മിഞ്ഞാത്തെ ആണോ തരത്തിലൊരു ബജി വാങ്ങിച്ചുകൊണ്ട് വന്നത്. അതിൻ്റെ മോഹാലസ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേ അമ്മ പറഞ്ഞതാ ഫുഡ് എടുക്കുക എന്ന് ഞാൻ കേട്ടില്ല. എനിക്ക് അങ്ങനെ തന്നെ വേണം. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം സെൻറ്ററിൽ ഇറങ്ങി ഒരു 3, 4, 5ാമത്തെ കടയിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ സോഡ ലൈമും സമൂസയും കുടിച്ചു. അല്ല ഇവളെന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞു കളിക്കുന്നത്.